മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായം അനുവദിച്ചുകൊണ്ടായിരുന്നു ജനസമ്പർക്ക പരിപാടിയുടെ തുടക്കം. രാവിലെ 9 മണിക്ക് തന്നെ മുഖ്യമന്ത്രി വേദിയിലെത്തി. തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ആമുഖ പ്രസംഗം. ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ, ഗവൺമെന്റുമായി ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതിനുള്ള അവസരമുണ്ട്. APL കാർഡുകൾ BPL ആക്കണമെന്ന അപേക്ഷകളാണ് കൂടുതൽ. അപേക്ഷകൾ പരിശോധിച്ച ശേഷം അർഹരായവരെ BPL പട്ടികയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കണയന്നൂർ താലൂക്കിലെ 325 കുടുംബങ്ങൾക്ക് ചടങ്ങിൽ പട്ടയം വിതരണം ചെയ്തു. അവശനിലയിലായ നിരവധി രോഗികളെ ആംബുലൻസിൽ പരിപാടിക്കെത്തിച്ചിരുന്നു. ആംബുലൻസിലെത്തി മുഖ്യമന്ത്രി രോഗികളെ സന്ദർശിച്ച് ചികിത്സാ സഹായത്തിന് ഉത്തരവിട്ടു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ച് അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കുന്നുണ്ട്. കലക്ടറേറ്റിലേക്കുള്ള വഴികൾ ഇടതുമുന്നണി പ്രവർത്തകർ ഉപരോധിച്ചതിനാൽ പരിപാടിക്കെത്തിയ നിരവധി പേർക്ക് തിരിച്ചു പോവേണ്ടി വന്നു. ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള കാക്കനാട്ടെ പല സ്ഥാപനങ്ങളിലെയും ജീവനക്കാരെയും ഇടതുമുന്നണി പ്രവർത്തകർ തടഞ്ഞു. നേരത്തെ അപേക്ഷിക്കാത്തവർക്ക് വൈകിട്ട് 5 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിക്കാൻ അവസരമുണ്ട്. ജില്ലയിൽ നിന്നുള്ള UDFന്റെ ഭൂരിഭാഗം ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 2000-ലധികം പോലീസുകാരാണ് ജനസമ്പർക്ക പരിപാടിക്ക് സുരക്ഷയൊരുക്കുന്നത്. മീഡിയ 1